മലയാളികളെ ഞെട്ടിക്കുന്നതായിരുന്നു ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ നിർത്തുമെന്ന വാർത്ത. എന്നാൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിൽ ശക്തമായി ഇടപെട്ടു. തിരച്ചിൽ തുടരുമെന്ന് ഇതോടെ അറിയിപ്പും വന്നു. കേരള കർണാടക മുഖ്യമന്ത്രിമാർ ഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് തെരച്ചിൽ തുടരാനുള്ള തീരുമാനം. തെരച്ചിൽ നടത്തുന്നതിനുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം തൃശൂരിൽ നിന്ന് കൊണ്ടുവരും. ചെളിയും മറ്റും ഇളക്കിക്കളഞ്ഞ് ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നദി അനുകൂലമായാൽ മാത്രം പരിശോധന നടത്തുമെന്നും അറിയിപ്പിലുണ്ട്. തുടർ നടപടികളിലും ഉന്നതതല യോഗം ചർച്ച ചെയ്തു. 24 മണിക്കൂറിനകം ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കാമെന്ന് വിജിൽ MLA പറഞ്ഞു. പ്രായോഗിക പരിശോധനയ്ക്ക് ശേഷം മാത്രം എത്തിച്ചാൽ മതിയെന്നാണ് കർണാടകയുടെ മറുപടി. കേരളത്തിൽ നിന്ന് യന്ത്രം എത്തിച്ച് അത് പുഴയിലിറക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും തെരച്ചിൽ വീണ്ടും ആരംഭിക്കുക. കാലാവസ്ഥ പൂർണ്ണമായി മാറി. തെളിഞ്ഞു നിന്നാൽ മാത്രമേ തെരച്ചിൽ നടത്താൻ സാധിക്കൂവെന്നാണ് കാർവാർ MLAയുടെ വിശദീകരണം. എന്നാൽ 21-ാം തീയതി വരെ ഇവിടെ മഴ പ്രവചനമുണ്ട്. അതുവരെയുള്ള 13 ദിവസങ്ങളിൽ സാധ്യമായതെല്ലാം ചെയ്തു എന്നാണ് MLA പറയുന്നത്. രക്ഷാദൗത്യം നിർത്തിവെക്കരുത് എന്നും തുടരണമെന്നും ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ തുടരാൻ നിർദ്ദേശങ്ങൾ നൽകാൻ അഭ്യർത്ഥിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി അയച്ച കത്തിൽ പറയുന്നു. ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ തുടരണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ടീമുകളുടെ ശ്രമങ്ങൾക്ക് മുഖ്യമന്ത്രി നന്ദിയും അറിയിച്ചു. തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചതായി കാർവാർ MLA സതീഷ് സെയിൽ അറിയിച്ചിരുന്നു. നടപടിയിൽ കേരളത്തിൽ നിന്നുള്ള MLAമാരും ബന്ധു ജിതിനും മന്ത്രി മുഹമ്മദ് റിയാസും പ്രതിഷേധം അറിയിച്ചിരുന്നു. ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് ശക്തമായതിനാൽ രക്ഷാപ്രവർത്തകർക്ക് പുഴയിലിറങ്ങാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു MLAയുടെ വിശദീകരണം. അതേസമയം ശിരൂരിൽ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച വിവരം ഔദ്യോഗികമായി അറിയിച്ചില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. തീരുമാനം കൂടിയാലോചനകൾ ഇല്ലാതെയെന്നും സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കർണാടക സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അർജുന്റെ ബന്ധു ജിതിനും വിജിൻ MLAയും പ്രതിഷേധം അറിയിച്ചു. ഇന്നലെ വരെ പറയാത്ത കാര്യമാണ് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശിച്ചു. തെരച്ചിൽ സ്ഥിരമായി നിർത്തുകയാണോ എന്ന് സംശയിക്കുന്നതായി വിജിൽ MLAയും പറഞ്ഞു. അർജുൻ ഇല്ലാതെ എങ്ങനെ തിരിച്ചു പോകുമെന്നായിരുന്നു ബന്ധു ജിതിന്റെ ചോദ്യം. കുടുംബത്തോട് എന്തു പറയും? തെരച്ചിൽ സ്ഥിരമായി നിർത്തുകയാണോ എന്ന് സംശയിക്കുന്നതായും ജിതിൽ ചൂണ്ടിക്കാട്ടി. സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തീരുമാനം അറിയിക്കും വരെ തുടരും. രക്ഷാപ്രവർത്തനം നിർത്തിവെക്കരുത് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടിരുന്നു. യോഗ തീരുമാനം നടപ്പാക്കേണ്ടത് കർണാടക സർക്കാരാണ്. കേരള മന്ത്രിമാർക്ക് അവിടെ പോകാനേ പറ്റൂ. കേരള സർക്കാർ ആകുന്നത് പോലെ ചെയ്തു. മറ്റൊരു സംസ്ഥാനത്തെ ദൗത്യത്തിൽ ഇടപെടുന്നതിൽ കേരളത്തിന് പരിമിതി ഉണ്ട് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. രക്ഷാദൗത്യം തുടരണമെന്നാവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിരുന്നു. അടിയൊഴുക്ക് കാരണം പുഴയിൽ ഇറങ്ങാനാകില്ലെന്നും അതിനാൽ താൽക്കാലികമായി തെരച്ചിൽ നിർത്തുകയാണ് എന്നും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലാണ് അറിയിച്ചത്.